ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമീസ് വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു പെരകേർ താമസം ഉണ്ട് കേട്ടോ. ഇക്കടെ ഫ്രണ്ടിൻ്റെയാണ്. ഇക്കടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറിൻ്റെയാണ് കേട്ടോ. ഷാൻ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെരകേർ താമസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം തന്നെയായി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങ് വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതേ നമ്മൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ രാവിലെ തന്നെ തിരക്ക് പിടിച്ച് ജോലികളൊക്കെ തന്നെ ആയിരുന്നു. കാരണം വീട്ടിൽ വാപ്പായും അനിയനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കണമല്ലോ. അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു രാവിലെ. അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാർ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെയാണ്, കോട്ടയത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത്. ഇക്കടെ ഓഫീസിൽ നിന്ന് ഒരു വണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് അതിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവരെത്തുന്നതിന് മുന്നേ തന്നെ എത്തണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. നമ്മൾ എല്ലാ പിള്ളേരെയൊക്കെ റെഡിയാക്കി വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആയിട്ടോ. പോകുന്നതിന് മുന്നേ നമ്മളിത് പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കുറേ പേരെയൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണാമല്ലോ, സെക്ഷനിലെ കുറേ പേരൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. മൂവാറ്റുപുഴ കൂടിയാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ കാലാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് കയറിയിട്ടുള്ളത്. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ ചെല്ലണത്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് മൂവാറ്റുപുഴ എത്തിയപ്പോൾ എന്തോ ഇങ്ങനെ കത്തണ ഭയങ്കര സ്മെല്ല് വരുവാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു എന്താ പറയുക, പുറത്തുനിന്ന് എവിടെന്നെങ്കിലൊക്കെ ആണെന്ന് വിചാരിച്ച്. പക്ഷെ ഞങ്ങൾ പോകുന്തോറും ആ സ്മെല്ല് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. മൂവാറ്റുപുഴ മൊത്തത്തിൽ ആ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ കാറിൽ വല്ല പ്രശ്നം കൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി നിർത്തി. കാരണം ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, കാറിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞ് നിർത്തിച്ചു കേട്ടോ. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുവാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എവിടെയെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇക്കടെ ഫ്രണ്ടിൻ്റെ കാറായിട്ടാണ് പോണത്, ഫൈസൽക്കടെ കാറായിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിക്കാനെ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന്. നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് വീണ്ടും പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, ധൃതി പിടിച്ച് നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ കൊച്ചിൻ്റെ കൺമഷിയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, പൗഡർ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കട കണ്ട സമയത്ത് നമ്മളവിടെ വണ്ടി നിർത്തി. ഇക്ക തന്നെ പോയിട്ട് കൺമഷി, പൗഡർ, അതുപോലെ തന്നെ ഒരു ഹെയർ ബാൻഡും കൂടെ മേടിച്ചു കേട്ടോ. കാരണം അതും എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ആളുടെ പുരുകം ഒന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ പുരുകമൊക്കെ എഴുതാനായിട്ട്. ഞാൻ ഡെയിലി ഒന്നും എഴുതാറില്ല. അത് നമ്മുടെ മൂത്ത കുഞ്ഞിന് മാത്രമാണ്. ഒരു 2 വയസ്സ് വരെ ഞാൻ കൃത്യമായിട്ട് പുരുകം എഴുതുമായിരുന്നു. അതുപോലെ തന്നെ കണ്ണിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് വാലിട്ടൊക്കെ എഴുതുമായിരുന്നു. പക്ഷേ ബാക്കിയുള്ള 3 പിള്ളേർക്കും ഞാൻ അത്ര യൂസ് ചെയ്തിട്ടില്ല. വേറൊന്നുമല്ല, ഉണ്ടാകുമ്പോൾ മുതൽ അലർജി ആയിരിക്കും. നമ്മളത് വേണ്ടാന്ന് വെക്കും. പിന്നെ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഞാൻ പുരുകവും ഒക്കെ ഒന്ന് എഴുതി കൊടുക്കാറുള്ളൂ കേട്ടോ. ഇന്നെന്താണാവോ എൻ്റെ ബാക്കിയുള്ള മക്കളൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. സാധാരണ 4 പേരും ഉറക്കമായിരിക്കും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ മുഹമ്മദ് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മളിതേ പെരകര താമസം നടക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ടാണ് ഞാനും കുഞ്ഞോളും കൂടി അങ്ങനെ ഇരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇക്കടെ കൂടെ വർക്ക് ചെയ്യുന്നവരും അവരുടെ ഫാമിലിയും അതുപോലെ തന്നെ CM മാഡും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ CM മാഡത്തിൻ്റെ മൂത്ത ആൾ പുറത്ത് പഠിക്കാനൊക്കെ ആയിട്ട് പോയേക്കാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഭയങ്കര ഒരു കുറവുണ്ടായിരുന്നു. കാവ്യ എന്നാണ് അവളുടെ പേര്. അപ്പോൾ കാവ്യയുടെ ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു അന്ന്. എന്തോ വലിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. ഞാനും ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കണേയാണ് കേട്ടോ. ആ സമയത്ത് കുഞ്ഞോളെ എൻ്റെ മടിയിലിരിക്കുകയാണ്. അവളാണെങ്കിൽ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ട് വായിലിട്ടു കേട്ടോ. നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചില്ല. എനിക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് തിരിച്ചിരുത്തിയേക്കണേയാണ് എന്നാണ് എന്താ പറയുക, ഓപ്പോസിറ്റ് കട ഫ്രണ്ട് കണ്ടത്. എന്നിട്ട് വേഗം എന്താ പറയുക, അപ്പോഴേക്കും ആ ഒരു അടപ്പാണെങ്കിൽ ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. അങ്ങ് തൊണ്ടയുടെ അവിടെ കുടുങ്ങിയിരിക്കണായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. വേഗം ഞാൻ ആളെ കമത്തി പിടിച്ചിട്ട് കൈയിട്ടിട്ട് തൊണ്ടയിൽ നിന്ന് എടുത്ത് കളയൊക്കെ ചെയ്തു. കുറച്ച് നേരത്തേക്ക് നമ്മളങ്ങ് എന്താ പറയുക, ഭയങ്കര ടെൻഷനായി പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആയി. അപ്പോൾ ഈ ഒരു ഉടുപ്പ് വാപ്പ മേടിച്ചതാണ് കേട്ടോ. ആളുടെ ബർത്ത്ഡേക്ക് ഇക്കട വാപ്പ മേടിച്ചതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആളിട്ടിട്ടാണെങ്കിൽ നല്ല രസമുണ്ട്, നല്ല കളറും എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഉടുപ്പ്. അങ്ങനെ അതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക, വാചകമടിയാണ്.
എല്ലാവരും കൂടെയൊക്കെ. അങ്ങനെ എന്താ പറയുക, വീടിൻ്റെ അകമൊക്കെ ഒന്ന് പോയി കണ്ടു. നല്ല അടിപൊളി വീടൊക്കെ ആയിരുന്നു കേട്ടോ. ഓഫീസിലെ കുറേ പേരൊക്കെ വന്നിട്ട് പോയിട്ടോ. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, അവരൊക്കെ വണ്ടി വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരൊക്കെ പോയി. പിന്നെ 2-3 പേര് വന്നിട്ടില്ല, അതുകൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്തത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് വീടിൻ്റെ അകത്തേക്ക് കയറി വീടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ അടുക്കളയാണ് കേട്ടോ ഇത്. അടുക്കള രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ അടുക്കള. പിന്നെ കബോർഡിൻ്റെ കളറാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് കളറിൽ ഒന്നാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ കബോർഡും ഒക്കെ. പിന്നെ അവർ ആ ഒരു വാഷ് സ്പേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ വാഷ് സ്പേസ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും എന്നൊക്കെ പറഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻ്റ് ഒക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാണോ അറിയത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം പിള്ളേരെ അവിടെ നിന്ന് മാറ്റി. വേറെ ഒന്നുകൊണ്ടല്ല, അധികം ഫംഗ്ഷൻസ് കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം അവർക്ക് ഉപയോഗിക്കാൻ നേരത്തെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം പിള്ളേരെയും കൊണ്ട് നമ്മൾ മുകളിലോട്ട് പോയി. മുകളിലത്തെ റൂമുകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഇവിടെയൊക്കെ ആകെ മഴവെള്ളം വീണ് താഴോട്ട് തെറിക്കണമൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു വൈബാണ് കേട്ടോ മുകളിൽ കയറിയിരിക്കുമ്പോൾ. ആ ഒരു കാറ്റും മഴയും എല്ലാം കൊണ്ട് നല്ല രസമാണ്. അങ്ങനെ അതേ ഈ ഒരു മെറൂൺ കളർ റെഡ് കളർ ഷർട്ട് ഇട്ടേക്കണാണ് ഷാൻ എന്ന് പറഞ്ഞ ഇക്ക, ആളുടെയാണ് ഹൗസ് വാമിംഗ് ഉള്ളത്. പിന്നെ തൊട്ടടുത്ത് നിൽക്കണ മനീഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അതും ഇക്കടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ വൈഫാണ് തൊട്ടടുത്ത് നിൽക്കണത്. പിന്നെ ആ ചേട്ടൻ്റെ പിള്ളേരും കൂടെ കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ റൂമുകളും നോക്കാമെന്ന് വിചാരിച്ചു. അവർ ഭയങ്കര സംസാരത്തിലാണ്, അവിടെ എന്തൊക്കെയോ ചർച്ചയിലാണ്. അങ്ങനെ റൂമുകളെല്ലാം കയറി കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇൻറ്റീരിയർ. അങ്ങനെ എല്ലാവരും റൂമുകളൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാനും മുഹമ്മദും മാത്രമേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഇറങ്ങുവാണ്. അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ തന്നെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു വീടിൻ്റെ അകമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് വീണ്ടും എടുത്ത് പറയുന്നത്. അങ്ങനെ അതേ അവരുടെ വാഷ് സ്പേസ് ആണ് ഇത്. സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ തുപ്പുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും ഭംഗിയുണ്ട് കേട്ടോ അത് നേരിട്ട് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ് ആണ്. കാരണം അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മുഹമ്മദ് ആകെ വൈലൻ്റായി ഐസ്ക്രീം കിട്ടാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ ഷാനിക്ക പറഞ്ഞു ഐസ്ക്രീം മേടിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും പിള്ളേർക്ക് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവനെ സമാധാനപ്പെടുത്തി കാറിൽ കയറ്റി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പോണ വഴി പായസം കണ്ടു കേട്ടോ. അപ്പോൾ ഇക്ക അവിടെ വണ്ടി നിർത്തിയിട്ട് 2 ഗ്ലാസ് പായസം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ഗ്ലാസ് മേടിച്ചു. ഞാൻ മേടിച്ചില്ല, വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ ഈ സമയത്ത് ഡയറ്റിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ മധുരം കഴിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരുപാട് നാളായിട്ട് മധുരം കഴിക്കാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കര മധുരമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ ഇക്കായും പിള്ളേരും കൂടി അതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞോളി സമയത്ത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മിൽമയുടെ ഔട്ട്ലെറ്റ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഇക്കടുത്തോന്ന് ഇതേ അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, വേണമെങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയതാണ്. വീണ്ടും തിരിച്ച് നമ്മൾ വന്നിട്ട് മിൽമയിൽ കയറി മിൽമയിൽ നിന്ന് ഐസ്ക്രീം പറഞ്ഞാൽ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും പിള്ളേരോട് പറഞ്ഞതാണല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ഇക്ക 3 കുൽഫി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ താല്പര്യമില്ല കുൽഫിനോട്. അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പണ്ട് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. എന്നാണെന്ന് അറിയത്തില്ല കേട്ടോ, പ്രായം കൂടുന്തോറും ഓരോ ആഗ്രഹങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ 4 കുൽഫി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് ഒരു കുൽഫിയും കൂടെ ഇക്ക പോയി എടുത്തു. പിന്നെ എനിക്കൊരു ഐസ്ക്രീമും. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രൗണിയുടെ ഒരു പാക്കറ്റ് അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഓരോന്നായിട്ട് സാമ്പിളായിട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരെണ്ണമായിട്ട് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബ്രൗണിയുടെ ഒരു പീസ് കൊടുത്തു. കാരണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും ഓരോന്നൊക്കെ ആയിട്ട് മേടിക്കാറുള്ളൂ. ഇഷ്ടപ്പെട്ട നമ്മളത് കഴിയുമ്പോൾ മേടിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അകത്തിരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ പിള്ളേർ അവിടെ ഇരുന്ന് കഴിച്ച് ഇനി അവിടെ ആകെ വൃത്തിയേടാക്കിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പുറത്ത് നിന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്ത് പോയി നിന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പമ്പിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു മിൽമയുടെ ഔട്ട്ലെറ്റ് ഉള്ളത്. ഇതിൻ്റെ സ്ഥലമൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യം അറിയത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലവിടെ മഴ വരുന്നുണ്ട്. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും സാലിക്ക് പാലട പായസം വേണമെന്ന് പറഞ്ഞു. അതൊരു ക്യാനിൻ്റെ അകത്ത് തന്നെ പാലട പായസമാണ് കേട്ടോ, മിൽമയുടെ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പാലട പായസവും മേടിച്ചു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്
ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് അതിനകത്ത്. അങ്ങനെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. നമ്മുടെ മുഹമ്മദ് എല്ലാവരെയും നോക്കി മഴയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. പിന്നെ ഒരു കസാട്ട ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പല ഫ്ലേവറിൽ വരുന്ന, എന്നിട്ട് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാൻ പാകത്തിനുള്ളത്, ആ ഒരു ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രൗണി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനൊരു ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ പീസ് ടേസ്റ്റ് നോക്കിയിട്ട് പിള്ളേർക്ക് തന്നെ കൊടുത്തു, അവർ കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിക്കലൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഡയറ്റിലിരുന്ന ഞാനങ്ങനെ എൻ്റെ ഡയറ്റ് മുടക്കി അത്യാവശ്യം ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ മഞ്ജു ഫാക്ടറി ഔട്ട്ലെറ്റിൽ നമ്മൾ വന്നേക്കണതാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമുക്ക് രാധചേച്ചിയുടെയും സുപ്രഞ്ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ബറാണ് രാധചേച്ചി. അവരുടെ ഒരു മകള്, മൂത്ത ആള് സൂര്യ അയർലൻഡിലാണ് കേട്ടോ. അപ്പോൾ അവൾ എന്നോട് വിളിച്ച് പറഞ്ഞ് രാധചേച്ചിക്കും സുപ്രഞ്ചേട്ടനും ഡ്രസ്സ് എടുക്കണം വെഡിങ് ആനിവേഴ്സറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് രാധചേച്ചിക്ക് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചുരിദാർ. ആ സെയിം കളറ് വെച്ചിട്ട് നമുക്കൊരു ഷർട്ട് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു കളറിന് കിട്ടി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചുരിദാറിൻ്റെ. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കിട്ടി കേട്ടോ. അപ്പോൾ അവിടെയും ഒരു മിറർ കണ്ടു കേട്ടോ. അപ്പോൾ അന്നേരം ഞങ്ങൾ ഒരു വീഡിയോ അങ്ങ് എടുത്തു. മിറർ കാണുമ്പോൾ എന്തോ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം, അങ്ങനെ അത് എടുത്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഷർട്ട് സെലക്ട് ചെയ്തു. ഏകദേശം ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു ഇക്കാക്ക് ജീൻസ് നോക്കാമെന്ന് പറഞ്ഞു. മഞ്ജുവിൽ ജീൻസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 3 എണ്ണത്തിനൊക്കെ 1000-ൻ്റെ താഴെ വരുന്നുള്ളൂ. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ചിലതാണ് ഭയങ്കരമായിട്ട് കളർ ഇളകുള്ളൂ, ചിലത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം മാത്രമേ കളർ ഇളകുന്നുണ്ടായിരുന്നുള്ളൂ, ബാക്കി രണ്ടും കുഴപ്പമുണ്ടായില്ല. ഒരു പാൻറ്റും 2 ജീൻസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത്തവണ ഇക്ക ഒരു ബാഗി ജീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക അങ്ങനെ ബാഗി ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുമായിരുന്നു കേട്ടോ. വേറെ വൃത്തിയോടൊന്നുമില്ല, നല്ലത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത ഒരു ബാഗിയും ഒരു സാധാ ടൈപ്പ് ജീൻസും പിന്നെ ഒരു പാൻറ്റുമാണ് കേട്ടോ, ഒരു വെറൈറ്റി കളറുള്ള പാൻറ്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പോന്നു. പിന്നെ പൊതുവേ ഞങ്ങൾ ഈ ഒരു മഞ്ജു പോയിട്ടാണ് പിള്ളേർക്കാണെങ്കിലും വീട്ടിൽ കൂടെ ഇടാനുള്ള ട്രൗസറും കാര്യങ്ങളൊക്കെ എടുക്കാറ്. നമ്മൾ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ മേടിക്കലുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുകിൽ നൂല് വിട്ടുപോകും, സെൻറ്റർ ഭാഗത്ത് കീറലും, അങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. മഞ്ജുവിന് നിക്കർ മേടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ഈട് നിൽക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ ചെയ്യല്ല, ശരിക്കും അത് തന്നെയാണ്. നല്ല നിക്കർ, ക്വാളിറ്റിയുള്ള നിക്കറുകളൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ പുതിയതൊക്കെ അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഇതുപോലെ ജീൻസും കാര്യങ്ങളൊക്കെ എടുക്കും. കാരണം ജീൻസൊക്കെ നമ്മൾ ഒത്തിരി വിലയുടെ മേടിച്ചാലും പിള്ളേർക്ക് പെട്ടെന്ന് അറിവാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു സൈസിൽ വ്യത്യാസമൊക്കെ വരും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റിനുള്ള ജീൻസുകളൊക്കെ തന്നെ എടുക്കാറ്. ഇപ്പം ഇക്കാക്കാണെങ്കിലും സ്ഥിരമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ഇടാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ജീൻസൊക്കെ ഇപ്പോൾ വന്ന് മേടിക്കാറ് കേട്ടോ. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടുന്ന് മേടിക്കും. ഒത്തിരി നമ്മൾ പുതിയ സാധനങ്ങൾ, നല്ല എന്താ പറയുക, എനിക്ക് പറ്റിയ സാധനങ്ങൾ, ചുരിദാർ കാര്യങ്ങളൊന്നും ഇവിടുന്ന് എടുക്കാറില്ല കേട്ടോ. പിള്ളേർക്ക് പറ്റിയ ട്രാക്ക് സൂട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നർ വെയർ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇവിടുന്ന്. ഈ തവണ നമ്മൾ ലുങ്കിമുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലുങ്കിമുണ്ടൊന്നും ഒരു മെച്ചമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇനി ലുങ്കിമുണ്ടൊന്നും എടുക്കണില്ല. അതുപോലെ വെള്ളക്കൈയിൽ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാറുണ്ട്. വെള്ളക്കൈയിലും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. മഞ്ജുവിൻ്റെ തന്നെയാണ്, ഇതെല്ലാം ഇവരുടെ പ്രൊഡക്ട്സുകളൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇക്കാക്ക് ടീഷർട്ട് ഞങ്ങൾ എടുക്കാറുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് അട്രാക്ഷൻ തോന്നി ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഇങ്ങനെ 2-3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ടീഷർട്ടും നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചില ടീഷർട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇക്കാക്ക് ടീഷർട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതുപോലെ 1-2 ഷർട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പിള്ളേർക്കും മേടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മഞ്ജു ഫാക്ടറി ഔട്ട്ലെറ്റ്, ഇത് മൂവാറ്റുപുഴയാണ് കേട്ടോ ഈ ഒരു കടയുള്ളത്. ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് പെരുമ്പാവൂരാന്ന് തോന്നുന്നു, അല്ലപ്പുറ ആ ഭാഗത്തെങ്ങാണ്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മൂവാറ്റുപുഴയുള്ള മറ്റൊരു കടയിൽ കയറി. വേറൊന്നുമല്ല, നമ്മുടെ മുഹമ്മദിനുള്ള സ്കൂൾ യൂണിഫോം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. യൂണിഫോം അല്ല, ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ യൂണിഫോമിൻ്റെ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അവനെയും കൊണ്ട് ഇക്ക പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. മാർജിൻ ഫ്രീ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. നമ്മൾ ഇതിന് മുന്നേ തലേന്ന് ഒക്കെ ആയിട്ട് നമ്മൾ മൂത്തവർക്ക് വന്നിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ബാഗും ഷൂവും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദിനെയും അവിടെ തന്നെ കൊണ്ടുപോയി മേടിച്ചത് കേട്ടോ.
അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ബിസ്മിയിലേക്കാണ് പോയത്. അപ്പോൾ ഇത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ ശരിക്കും. അങ്ങനെ നമ്മൾ ബിസ്മി ചെന്നിട്ട് അവിടെ ബോക്സ് ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പിന്നെ കുറച്ച് പേനയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്മിയിലേക്ക് ചെന്നു. അവിടെ കുറേയൊക്കെ നോക്കി, കുറേയൊക്കെ നമ്മൾ മേടിച്ചു, കുറേയൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മെയിനായിട്ട് നമ്മൾ ലഞ്ച് ബോക്സ് നോക്കാനായിട്ടാണ് പോയത് കേട്ടോ. പക്ഷേ നമുക്ക് പറ്റിയ ലഞ്ച് ബോക്സ് ഒന്നും കിട്ടിയില്ല. ചെറിയ ലഞ്ച് ബോക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലഞ്ച് ബോക്സ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് പേനകളും പിന്നെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ ഐറ്റംസൊക്കെ മേടിച്ചു. അപ്പോൾ അവിടെ ഭയങ്കര പുസ്തകത്തിൻ്റെയും ബുക്കുകളുടെയും ഭയങ്കര വിപണനമൊക്കെ നടക്കുന്നുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി സ്കൂളിൽ നിന്ന് തന്നെ ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ ബുക്കൊന്നും മേടിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കുഞ്ഞോൾക്ക് ഭയങ്കര സന്തോഷമായി പോയി. ചെന്നപ്പോൾ തന്നെ ആ ട്രോളിയിലേക്ക് ഇരുത്തി കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായി. പിന്നെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി, കാരണം കയ്യിലെടുത്തുകൊണ്ട് നടക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇക്കാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന ജീൻസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.